ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. അത് ഞാൻ എഴുതിയതല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ്. പക്ഷേ പേര് വെളിപ്പെടുത്താൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഷെൽട്ടറിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഇന്നെന്നാ കുറേ പേരുണ്ടല്ലോ. ഷെൽട്ടറിന് മുമ്പിൽ ബൈക്ക് നിർത്തി സമീപത്ത് നിന്നിരുന്ന രാഘവനോട് ജോസഫ് പറഞ്ഞു. KMSും കല്യാണിയും ഇല്ല, അതിന് പോകേണ്ടിയിരുന്ന ആളുകളാ. ബൈക്കിൽ നിന്നിറങ്ങുകയായിരുന്നു ജെന്നിഫറെ നോക്കി രാഘവൻ പറഞ്ഞു. പാണ്ടിക്കടവ് റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന 2 ബസ്സുകളാണ് KMSും കല്യാണിയും. അയ്യോ, അതെന്നാ? ജെന്നിഫർ പെട്ടെന്ന് ചോദിച്ചു. രാഘവനിൽ നിന്നും കിട്ടിയ വിവരം അവളെ അന്താളിപ്പിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ ലേറ്റ് ആവുമോ? എപ്പോഴാ സ്കൂളിലെത്തണ്ടേ? ജെന്നിഫറിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ രാഘവൻ ചോദിച്ചു. 9-ന്. ഓ, അത്രയേ ഉള്ളോ? രാഘവൻ ചിരിച്ചു. 10 മിനിറ്റ് ആവുമ്പോൾ ഗന്ധർവൻ വരുമല്ലോ, അത് അരമണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തില്ലേ? പിന്നെന്നാ? ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും അതിൽ. എന്നാലും വേണ്ടിയല്ല, സമയത്തിനങ്ങ് എത്തിയാൽ മതി, ജെന്നിഫർ ആത്മഗതം പോലെ പറഞ്ഞു. തിരുവാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി പാണ്ടിക്കടവിനടുത്തുള്ള പന്നിയങ്കര സ്കൂളിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണിന്ന്. തിരുവാങ്കുന്ന് പാണ്ടിക്കടവിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് വാടക വീട്ടിലായിരുന്നു ജെന്നിഫർ താമസിച്ചിരുന്നത്, മറ്റ് 2 അധ്യാപികമാരുടെ കൂടെ. പന്നിയങ്കര സ്കൂളിലേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ലോക്കൽ രാഷ്ട്രീയത്തിൽ അല്പമൊക്കെ പിടിപാടുള്ള ആളായിരുന്നു ജോസഫ്. അതുകൊണ്ട് മാത്രമാണ് ബുദ്ധിമുട്ടിയാണെങ്കിലും ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ശരിയാക്കിയത്. എടി, നല്ല ആളായിരിക്കും, ജോസഫ് ചിരിച്ചു. നീ ഇതിനിടയ്ക്ക് നിന്ന് ഇന്ന് പപ്പടം പോലെ ആവുമല്ലോ. അയ്യോ, ജെന്നിഫർ വെപ്രാളപ്പെട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇതെന്നാ അച്ചായ പറയുന്നേ? ആൾക്കാർ കേൾക്കുന്നേ. പോടിയൊന്ന്. അയാൾ ചിരിയുടെ പ്രകാശം കൂട്ടി. അതിന് ഞാൻ മൈക്ക് വെച്ചാണോ പറയുന്നേ? ജോസഫ് ജെന്നിഫറോട് ചേർന്ന് നിന്നു. ഞാൻ പറയുന്നത് എൻ്റെ പുന്നാരിയോടല്ലേ, അവളല്ലാതെ ഒറ്റ കുഞ്ഞും കേൾക്കത്തില്ല. അയാളുടെ ലാളന കലർന്ന വിളിയിൽ ജെന്നിഫറിൻ്റെ മനസ്സ് കുളിർന്നു. നിന്നെ തിക്കിലും തിരക്കിലും കയറ്റിവിടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ എനിക്കിന്ന് ലീവ് എടുക്കേണ്ടി വരും. അച്ചായൻ ലീവൊന്നും എടുക്കണ്ട, ജെന്നിഫർ പറഞ്ഞു. അപ്പോഴേക്കും ഗന്ധർവൻ വന്നു. എൻ്റെ ജെന്നി! ബസ്സിലേക്ക് നോക്കിയ ജോസഫ് അന്തം വിട്ടു. ഇതെന്നാ, കേരളക്കര ഫുള്ളുണ്ടല്ലോ ബസ്സിൽ, ഇതിലെങ്ങനാടി പോകുന്നേ? അതൊക്കെ ഞാൻ പൊക്കോളാം. ബസ്സിൻ്റെ നേരെ തിരിഞ്ഞ് ജെന്നിഫർ അയാളെ നോക്കി. ഒരു വിധത്തിൽ ജെന്നിഫർ അകത്ത് കയറിപ്പറ്റി. തിക്കി ഞെരിക്കുന്നത്ര തിരക്കായിരുന്നു. സൈഡിലേക്ക് ഗ്ലാസിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നിരുന്നവർ അതിർത്തി സംരക്ഷണ സേന ശത്രുരാജ്യത്തിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടതുപോലെ അവളെ നോട്ടം കൊണ്ടും ദേഹം കൊണ്ടും പ്രതിരോധിച്ചു. അല്പസമയം തിരക്കിൽ ശ്വാസം വിടാനാകാതെ ആടി ഉലഞ്ഞ് നീങ്ങിക്കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത്. ഗ്യാപ്പ് കിട്ടിയ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നവരുടെ പരാക്രമങ്ങൾ അവൾക്ക് കാര്യം മനസ്സിലായി. ആണുങ്ങളുടെ കാര്യം. മരിക്കാൻ പോവുകയാണേലും ഒരു ചാൻസ് കിട്ടിയാൽ അവിടേക്ക് നുഴഞ്ഞു കയറാൻ നോക്കും. അല്ലെങ്കിൽ തീ പോലെയുള്ള ഈ തിക്കിലും വിയർപ്പിലും എങ്ങനെയാണ് അവർക്കിതൊക്കെ ആസ്വദിക്കാൻ തോന്നുന്നത്? ജെന്നിഫർ മുമ്പോട്ട് അല്പം നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് അസാധ്യമായിരുന്നു. പിന്നിൽ നിൽക്കുന്നയാളിൻ്റെ സാന്നിധ്യം തടസ്സം സൃഷ്ടിച്ചു. ജെന്നിഫറിൻ്റെ ദേഹം വിയർപ്പിൽ കുതിർന്നു. ഇതിനു മുമ്പ് ഇത്തരം ചുറ്റുപാടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും നോട്ടം കൊണ്ടോ കായികമായോ ജെന്നിഫർ അതിനെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതും നേരിടാൻ അവൾക്കറിയാൻ സാധിക്കാത്തതല്ല. പക്ഷേ ഒന്ന് തിരിയാനുള്ള സാവകാശമെങ്കിലും കിട്ടിയാലല്ലേ പ്രതികരിക്കാൻ പറ്റൂ. ഓരോ അവന്മാർ കാരണം അവൾക്ക് അസ്വസ്ഥത അതിൻ്റെ പാരമ്യത്തിലെത്തി. മഞ്ഞ നിറമുള്ള തേരട്ട ദേഹത്തേക്ക് വീണതുപോലെയുള്ള ഒരു അനുഭവം. മുമ്പോട്ട് നീങ്ങുവാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. ഷേ! തൊട്ടു മുമ്പിൽ നിന്നൊരു മധ്യവയസ്ക അവളെ രൂക്ഷമായി നോക്കി. ഇതെങ്ങോട്ട് കുത്തിക്കയറാൻ നോക്കുക? ആൾ നിൽക്കുന്ന കാണത്തില്ലേ? അതോടൊപ്പം തൊട്ടു പിമ്പിൽ നിന്നയാൾ അവളുടെ ദേഹത്തോട്ട് ഒന്നുകൂടി അമർന്നു. പെട്ടെന്നാണ് അവളുടെ നാസാര ഗ്രന്ഥങ്ങളിലേക്ക് പാരിജാതത്തിൻ്റെ ഗന്ധം അടിച്ചു കയറിയത്.
ഈശോയെ, ഈ മണം ഒരിടത്ത് നിന്ന് മാത്രമേ വരികയുള്ളൂ, ഒരാളുടെ ദേഹത്ത് നിന്നേ വരികയുള്ളൂ. മറ്റെവിടെയും താനീ മണം അറിഞ്ഞിട്ടില്ല. ആ സുഗന്ധത്തിൻ്റെ വരവിൽ അവൾ പിമ്പിൽ നിന്ന് തൻ്റെ ദേഹത്തേക്ക് തുളച്ച് കയറാൻ ശ്രമിക്കുന്നയാളെ മറന്നുപോയി. പെട്ടെന്ന് ജെന്നിഫർ മറ്റൊന്നു കൂടി അറിഞ്ഞു. തൻ്റെ പിമ്പിൽ നിന്ന് തൻ്റെ ദേഹത്തിൻ്റെ സൗന്ദര്യം നുകരാൻ ശ്രമിക്കുന്നയാളിൽ നിന്നാണ് ആ സുഗന്ധം. അതെങ്ങനെ ശരിയാകും? പക്ഷേ വാസ്തവമാണ്. അതിനിടയിൽ അയാളുടെ കൈത്തലം അവളുടെ പിന്നിൽ അമർന്നിരുന്നു. അയാൾ അതിര് കടന്നു പെരുമാറി തുടങ്ങി. അവൾ കുതറാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ വികൃതി അതുകൊണ്ടൊന്നും ശാന്തമായില്ല. ഇത്തവണ അല്പം കൂടി ശക്തിയിൽ അയാൾ തൻ്റെ പരാക്രമം തുടർന്നു. അപ്പോൾ പാരിജാതത്തിൻ്റെ സുഗന്ധം ഒന്നുകൂടി ശക്തമായി. ദേഷ്യത്തിനിടയിലും അവൾ മൂക്ക് വിടർത്തി മണത്തു. അതേ സുഗന്ധം. അടുത്ത നിമിഷം അയാൾ വീണ്ടും സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പെരുമാറുകയാണ്. അവളുടെ ദേഹം ഭയത്തിലും അപമാനത്തിലും വീണ്ടും കുതിർന്നു. കൈ അല്പം ഉയർത്തി അയാളുടെ വിരൽത്തുമ്പുകളെ തട്ടി അകറ്റാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഇടതുഭാഗത്തു കൂടെയായി ആക്രമണം. ബസ് ഉലയുമ്പോഴും മുമ്പോട്ടും പിമ്പോട്ടും ആയുമ്പോഴുമാണ് അവൻ സാഹചര്യം മുതലെടുത്ത് ഓരോ വേണ്ടാധീനം കാട്ടുന്നത്. കൈകൊണ്ട് തട്ടിമാറ്റാൻ തുടങ്ങുമ്പോഴേക്കും കൈ അകന്ന് മാറിയിരിക്കും. പിന്നെയും സാഹചര്യം മുതലെടുക്കും. അപ്പോൾ പാരിജാതത്തിൻ്റെ സുഗന്ധവും തീവ്രമായി. സുഗന്ധം ചുറ്റും നിറഞ്ഞപ്പോൾ അവൾ അതെല്ലാം മറന്ന് മൂക്ക് വിടർത്തി അതിനെ ഉള്ളിലേക്കെടുക്കുവാൻ തുടങ്ങി. അപ്പോൾ പിമ്പിൽ നിന്ന് കൈ വീണ്ടും എത്തി അപമര്യാദ കാട്ടുകയും ചെയ്യും. വർദ്ധിച്ച ദേഷ്യത്തോടെ ജെന്നിഫർ തല തിരിച്ച് പിമ്പിൽ നിന്നിരുന്നയാളുടെ നേരെയൊന്ന് നോക്കി. എൻ്റെ ഈശോയെ, തീരെ ചെറിയൊരു കുട്ടി. നല്ല ഉയരവും അതിനൊത്ത തടിയുമുണ്ടെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ 18 മേൽ പ്രായം കാണില്ല എന്നവൾ ഉറപ്പിച്ചു. അവളുടെ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയുടെ മുമ്പിൽ അവൻ കൈ പിൻവലിച്ചു. എന്തായാലും പിന്നെ അനക്കമുണ്ടായില്ല. ഒരു നോട്ടം മതിയായിരുന്നോ ഇതുപോലെയുള്ള കേസുകൾ പരിഹരിക്കാൻ? ജെന്നിഫർ പുഞ്ചിരിയോടെ സ്വയം ചോദിച്ചു. എന്നാലും ഇത്ര തിരക്കിൽ ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് വന്നു നിസ്സഹായായ ഒരു സ്ത്രീയെ ഇതുപോലെ ഉപദ്രവിക്കാൻ? എങ്ങനെ തോന്നാതിരിക്കും? മൊബൈൽ തുറന്നാൽ കുട്ടികൾ കാണുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഇത്തരം സൈറ്റുകൾ നിരോധിച്ചുവെന്ന് ജോസഫ് പറഞ്ഞത് അവൾ ഓർത്തു. എന്നാലും ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. അതാണ് പിമ്പിൽ നിൽക്കുന്ന കുട്ടിയെപ്പോലെയുള്ളവരെ വഴിതെറ്റിക്കുന്നത്. സ്കൂളിൻ്റെ മുമ്പിലെ സ്റ്റോപ്പിലെത്തുവോളവും പിന്നെ അനക്കമൊന്നും ഉണ്ടായില്ല. അവൾ ആശ്വാസത്തോടെ ബസ്സിറങ്ങി. മൊബൈൽ നോക്കിയപ്പോൾ 3 മിസ്ഡ് കോളുകൾ. അച്ചായനാണ്. അവൾ തിരിച്ച് ഡയൽ ചെയ്തു. ഇപ്പം ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഇല്ല, പ്രോബ്ലമോ? അവൾ ചിരിച്ചു. അതിപ്പം പറയില്ല, രാത്രി പറയാം. പറഞ്ഞു കഴിഞ്ഞ് അവൾ ചുറ്റും നോക്കി. ഭാഗ്യം, അടുത്തൊന്നും ആരുമില്ല. ഗേറ്റിനുള്ളിൽ കുട്ടികൾ ഒഴുകി നടക്കുന്നുണ്ട്. ജെന്നിഫറിന് ക്യാമ്പസ് ഇഷ്ടമായി. പഴയ സ്കൂളിലേതുപോലെയല്ല. വിശാലമായ 2-3 മൈതാനങ്ങളുണ്ട്. ഭംഗിയുള്ള മരങ്ങളുണ്ട് അതിരുകളിൽ. സ്കൂൾ കെട്ടിടത്തിനപ്പുറം മേഘങ്ങൾ ചൂടിയ ആകാശവും മലനിരകളും. തണുപ്പിക്കുന്ന കാറ്റ്. അവൾ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിന് മുമ്പിലെത്തി. അകത്ത് കയറി. സുമുഖനായ ഒരു മധ്യവയസ്കൻ. അയാൾ പുഞ്ചിരിയോടെ അവളെ നോക്കി. ആരാ? നല്ല മുഴക്കമുള്ള ആകർഷകമായ ശബ്ദം. ഞാൻ ജെന്നിഫർ ജോസഫ്. ഇവിടെ ഇന്ന്. മനസ്സിലായി. അവളെ തുടരാൻ അനുവദിക്കാതെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരിക്കൂ. താങ്ക് യു സർ. അവൾ അയാൾക്കെതിരെ ഇരുന്നു. പിന്നെ ബാഗ് തുറന്ന് സ്ഥലം മാറ്റ ഉത്തരവെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ അതിലൂടെ കണ്ണോടിച്ചു. പിമ്പിലെ ഷെൽഫിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് അത് തുറന്ന് ഉത്തരവതിൽ വെച്ച് ജെന്നിഫറെ നോക്കി. ഫാമിലി? അയാൾ ചോദിച്ചു. ഭർത്താവ് ഗവൺമെൻറ് സർവീസിലാണ്. ഒരു മോനുണ്ട്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് സെമസ്റ്റർ. റിയലി? അയാൾ വിശ്വാസം വരാതെ അവളെ നോക്കി. അതിൻ്റെ അർത്ഥം അവൾക്കറിയാം. അതറിഞ്ഞപ്പോൾ അവൾക്ക് അനിഷ്ടം മുഖത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. തൻ്റെ പ്രായം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള ചിലരുടെ പ്രതികരണം അവളിൽ അലോസരം സൃഷ്ടിക്കാറുണ്ട്. അയ്യോ, ഇത്രയും പ്രായം ഉണ്ടായിരുന്നോ? പറയുകയല്ല കേട്ടോ.
മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണോ മോൻ? അപ്പോൾ എന്താ പ്രായം? ഇതൊക്കെയാണ് പലരുടെയും പ്രതികരണം. പലതവണ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതിനാൽ ജെന്നിഫറിന് ഇപ്പോഴത് ഏറ്റവും അരോചകമായാണ് തോന്നാറ്. പ്രിൻസിപ്പൽ മണിയടിച്ച് പ്യൂണിനെ വിളിപ്പിച്ചു. സുകുമാരൻ മാഷിനെ വിളിക്ക്. ഓടി വന്ന പ്യൂണിനോട് പ്രിൻസിപ്പാൾ പറഞ്ഞു. പ്യൂൺ പുറത്തേക്ക് പോയി സുകുമാരൻ മാഷിനെ കൂട്ടിക്കൊണ്ടു വന്നു. റിട്ടയർ ചെയ്യാൻ പ്രായമായി എന്ന് ചോദിച്ച ദീർഘകായനായ അധ്യാപകൻ സുകുമാരൻ ജെന്നിഫറെ നോക്കി മന്ദഹസിച്ചു. ഇത് പുതിയ മാഡം, ജെന്നിഫർ ജോസഫ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. മാഡം, ഇത് സുകുമാരൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി. പ്രിൻസിപ്പാൾ പരിചയപ്പെടുത്തി. മാഷ് മാഡത്തിന് ടൈം ടേബിൾ കൊടുക്ക്. പിന്നീട് പ്രിൻസിപ്പാൾ നേരിട്ട് വന്ന് അവളെ ക്ലാസ്സിന് പരിചയപ്പെടുത്തി. 12th എയുടെ ക്ലാസ് ടീച്ചർ. പരിചയപ്പെടലുകൾക്ക് ശേഷം ജെന്നിഫർ ക്ലാസ് തുടങ്ങി. ദ റീഫണ്ട് എന്ന പേരുള്ള ഒരു ജർമ്മൻ നാടകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു പാഠം. പാഠത്തിൻ്റെ പേര് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മേ കമിൻ മാം? തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് പാരിജാതത്തിൻ്റെ സുഗന്ധം അവളെ തേടിയെത്തി. ഈശോയെ, ആരാണ് വാതിൽക്കൽ നിന്ന് മേ കമിൻ എന്ന് പറയുന്നത്? അവൾ നേരിയ ഭയത്തോടെ വാതിൽക്കലേക്ക് മുഖം തിരിച്ചു. ജെന്നിഫർ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ട് ഒരു നിമിഷം അവൾ സ്തബ്ധയായി. അവളേക്കാൾ അമ്പരപ്പോടെ, ഭയത്തോടെ, ജാള്യതയോടെ അവൻ ജെന്നിഫറെ നോക്കി. ബസ്സിൽ വെച്ച് തന്നെ കയറിപ്പിടിച്ച പയ്യൻ. ഇടിവെട്ടേറ്റതുപോലെ അവൻ ഇപ്പോൾ തന്നെ നോക്കുകയാണ്. ഭയവും പരിഭ്രാന്തിയും ലജ്ജയും ഒരുപോലെ അവൻ്റെ സുന്ദരമായ മുഖത്ത് കടന്നു വന്നു. നിൽക്കണോ പിന്തിരിയണോ എന്ന് ചിന്തിക്കുന്നത് പോലെ തോന്നി അവൻ. യെസ് കമിൻ, ജെന്നിഫർ ഗൗരവത്തിൽ പറഞ്ഞു. തലകുനിച്ച് ചുറ്റും നോക്കാതെ പിന്നിലെ ബെഞ്ചിൽ തലകുനിച്ച് അവൻ ഇരുന്നു. ക്ലാസ് കഴിയുവോളവും അവൻ തല ഉയർത്തിയില്ല എന്ന് ജെന്നിഫർ ശ്രദ്ധിച്ചു. അടുത്ത പീരീഡ് ലിഷറായിരുന്നു ജെന്നിഫറിന്. അവളെ കൂടാതെ 2 അധ്യാപകർക്കും ആ പീരീഡ് ലെഷറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? സംസാരത്തിനിടയിൽ മഹേഷ് ചന്ദ്രൻ എന്നു പേരുള്ള അധ്യാപകൻ ചോദിച്ചു. നല്ല കുട്ടികൾ. സംശയങ്ങളൊക്കെ ചോദിച്ചു. ചോദ്യങ്ങൾക്കൊക്കെ കുട്ടികൾ ഉത്തരം പറഞ്ഞു. അവൾ പറഞ്ഞു. അപ്പോൾ ബസ്സിൽ വെച്ച് തന്നെ പിടിച്ച ചെറുപ്പക്കാരൻ പ്രിൻസിപ്പാളിൻ്റെ കൂടെ വരാന്തയിലൂടെ പോകുന്നത് ജെന്നിഫർ കണ്ടു. ആ കുട്ടി? തൻ്റെ സമീപമിരുന്ന നളിനി ടീച്ചറോട് ജെന്നിഫർ ചോദിച്ചു. അതല്ലേ നമ്മുടെ സ്കൂളിൻ്റെ മോസ്റ്റ് റെപ്യൂട്ടഡ് സ്റ്റുഡൻറ്റ്, നളിനി പറഞ്ഞു. ശരത് സുധാകരൻ, ടീച്ചറിൻ്റെ ക്ലാസ്സിലെയാ. ഇന്ന് ആ കുട്ടി ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിൽ വന്നില്ലേ? മോസ്റ്റ് റെപ്യൂട്ടഡ് സ്റ്റുഡൻറ്റ്? ജെന്നിഫർ മനസ്സിൽ കലിപ്പോടെ പറഞ്ഞു. ഏത് കാര്യത്തിലാണ് റെപ്യൂട്ടേഷൻ? പെണ്ണുങ്ങളെ കയറിപ്പിടിക്കുന്ന കാര്യത്തിലോ, അതോ സ്വന്തം അധ്യാപികമാരെ ഈ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലോ? വന്നു, ലേറ്റായാ വന്നേ, അതുകൊണ്ടാണ് ചോദിച്ചേ. അവൾ നളിനി ടീച്ചറോട് പറഞ്ഞു. ആ കുട്ടിക്ക് കരാട്ടെ പ്രാക്ടീസൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ മ്യൂസിക് ക്ലാസ്സും, അതുകൊണ്ടാവും താമസിച്ചേ, നളിനി പറഞ്ഞു. ഓഹോ, അപ്പോൾ ആള് സകലകലാ വല്ലഭനാണ്. വെറുതെ അല്ല, കലാകാരന്മാർ പെൺവിഷയത്തിൽ ബലഹീനരാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഇത്ര ചെറുപ്പത്തിലെ, മാത്രമല്ല സ്വന്തം അധ്യാപികയെ. പക്ഷേ അവൻ തന്നെ തൊട്ടത് അധ്യാപികയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ. അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിലും ബസ്സിൽ വെച്ച് ഏറ്റവും നിസ്സഹായമായൊരു ചുറ്റുപാടിൽ അതിൻ്റെ സമ്മർദ്ദവുമൊക്കെ മുതലെടുത്ത് ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിക്കണമെങ്കിൽ എന്ത് നീച സ്വഭാവമുള്ള മനുഷ്യനാവണോ അവൻ? കാര്യം കരാട്ടെ അഭ്യാസിയൊക്കെ ആണെങ്കിലും പാട്ടുകാരനും ഡാൻസറും ഒക്കെ ആണെങ്കിലും ആളൊരു വലിയ നാണം കുണുങ്ങിയ ഒറ്റ പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കില്ല. നളിനി തുടർന്ന് പറഞ്ഞു. ജെന്നിഫർ പ്രത്യേകിച്ച് ഭാവപ്രകടനമൊന്നും നടത്തിയില്ല. മുഖത്ത് നോക്കില്ല പോലും. അവൾ മനസ്സിൽ പറഞ്ഞു. മുഖത്ത് നോക്കാൻ എവിടെയാ സമയം? ആസ്ഥാനത്ത് നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് വേണ്ടേ മുഖത്ത് നോക്കാൻ? കുറേ ഗേൾസ് പിന്നാലെ ഉണ്ട് ശരത്തിൻ്റെ. പക്ഷേ ആ കുട്ടി ആരുടെയും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, നളിനി പറഞ്ഞു. ജെന്നിഫറിന് ഇത്തവണ ശരിക്കും ദേഷ്യം വന്നു. അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ആദ്യ ദിവസമാണ്. എല്ലാവരോടും സൗഹൃദത്തോടെയും സഹകരണത്തോടെയും മാത്രമേ പെരുമാറാവൂ. പക്ഷേ നളിനി എന്ന അധ്യാപിക എന്തിനാണ് നീച സ്വഭാവമുള്ളൊരു വിദ്യാർത്ഥിയെക്കുറിച്ച് ഇത്ര പ്രശംസയോടെ സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആഹാ, അപ്പോഴേക്കും ആൾ ഇങ്ങോട്ട് വന്നോ?
വാതിൽക്കലേക്ക് നോക്കി നളിനി പറഞ്ഞു. ജെന്നിഫറും മുഖമുയർത്തി അങ്ങോട്ട് നോക്കി. അവൾ അത്ഭുതപ്പെട്ടു. വാതിൽക്കൽ തങ്ങളെ നോക്കി ശരത്ത്. എന്താ ശരത്ത്? മഹേഷ് ചന്ദ്രൻ ചോദിച്ചു. എനിക്ക് ജീവനില്ലാത്ത സ്വരത്തിൽ ശരത്ത് പറഞ്ഞു. എനിക്ക് ജെന്നിഫർ മാഡത്തിനോട്. നളിനി പുഞ്ചിരിയോടെ ജെന്നിഫറെ നോക്കി. പേഴ്സണലായി സംസാരിക്കാനാണോ? നളിനി ശരത്തിനോട് ചോദിച്ചു. അവൻ തല കുലുക്കി. ഇവിടെ വെച്ച് പറഞ്ഞോളൂ. ശബ്ദത്തിൽ ഒട്ടും സൗമ്യത വരുത്താതെ ജെന്നിഫർ അവനോട് പറഞ്ഞു. അത്. അവൻ നിസ്സഹായതയോടെ ജെന്നിഫറെ നോക്കി. ഒന്ന് ചെല്ല് മാഡം. ആ കുട്ടിക്ക് എല്ലാവരുടെയും പ്രസൻസിൽ പറയാനാവാത്തത് വല്ലതുമാണെങ്കിൽ. അതിന് ഇതിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ മാഡം? ജെന്നിഫർ നളിനിയെ നോക്കി. ഇനി ഇവിടെ വെച്ച് പറയാൻ അനുവദിച്ചാൽ എന്താവും ഇവന് പറയാനുണ്ടാവുക? നളിനി ടീച്ചറും മഹേഷ് സാറും ഒക്കെ കേട്ടാൽ പ്രശ്നമായെങ്കിലോ? ജെന്നിഫർ എഴുന്നേറ്റു. വാതിൽക്കലേക്ക് ചെന്നു. എന്താ? സ്വരം പരമാവധി പാരുഷ്യമാക്കി അവൾ ചോദിച്ചു. മാഡം ഒന്നങ്ങോട്ട്. അവനൊരു മൂലയിലേക്ക് നോക്കി. അവൾ ഒന്ന് സംശയിച്ചു. പിന്നെ അവനെ നോക്കി. വാ. അവൾ അങ്ങോട്ട് നടന്നു. അവർ കെമിസ്ട്രി ലാബും സ്പോർട്സ് സാധനങ്ങളും വെച്ചിരിക്കുന്ന സ്റ്റോറിൻ്റെ ഭാഗത്തെത്തി. ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല. ക്ലാസ് മുറികളുള്ള ഭാഗമല്ലത്. അവിടെ എത്തിയതും ശരത്ത് നിലത്തേക്ക് വീണ് 2 കൈകളും അവളുടെ പാദത്തിൽ അമർത്തിപ്പിടിച്ചു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ജെന്നിഫർ ആദ്യം ഒന്ന് പകച്ചു. പിന്നെ ചുറ്റും നോക്കി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് 2 പാദങ്ങൾ നനഞ്ഞു കുതിരുന്നത് അവൾ കാണുന്നത്. എഴുന്നേക്ക്, കടുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു. മറുപടിയായി ഉച്ചത്തിലുള്ള തേങ്ങലാണ് അവൾ കേട്ടത്. തേങ്ങലിൻ്റെ ദൈന്യത അവളെ ഉലച്ചു. എഴുന്നേക്ക് കുട്ടി, ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വരും. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്ഷമിക്ക് മാഡം, ക്ഷമിക്ക്. കരച്ചിലിനിടയിൽ അവൻ പറഞ്ഞു. ചൂടുള്ള കണ്ണുനീർ കണങ്ങൾ പാദസരമണിഞ്ഞ് അവളുടെ പാദത്തിൽ വീണ്ടും വീണ്ടും വീണു. ആരോടും ഞാൻ അങ്ങനെ ഇതുവരെ. ക്ഷമിക്ക് മാഡം. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവൻ്റെ രൂപഭംഗിയുള്ള മുഖം മുഴുവൻ കണ്ണുനീർ നിറഞ്ഞിരുന്നു. ജെന്നിഫറിൻ്റെ ഉള്ളുലഞ്ഞിരുന്നു. കുട്ടി വേഗം എഴുന്നേക്ക്, ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വരും. പരിസ്ഥിതിയുടെ ഗൗരവം അവന് മനസ്സിലായി എന്ന് തോന്നുന്നു. പെട്ടെന്ന് എഴുന്നേറ്റു. കണ്ണും മുഖമൊക്കെ ശരിക്ക് തുടച്ചു കള, എന്നിട്ട് ക്ലാസ്സിൽ പോകൂ. മുഖത്ത് സൗഹൃദം വരുത്തി അവൾ പറഞ്ഞു. ശരത്ത് കൈകൂപ്പിക്കൊണ്ട് പിന്തിരിഞ്ഞു. എന്തായിരുന്നു മാഡം? സ്റ്റാഫ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ നളിനി ചോദിച്ചു. അത് ജെന്നിഫർ കാരണത്തിന് വേണ്ടി പരതി. ആ കുട്ടിയുടെ ഒരു റിലേറ്റീവ് ഞങ്ങളുടെ അടുത്തുണ്ട്. വാക്കുകൾ പറക്കിയെടുത്ത് ജെന്നിഫർ വിശദീകരിച്ചു. അവർ വിളിച്ചു പറഞ്ഞിരുന്നു ഞാനിവിടെ ട്രാൻസ്ഫറായി വരുന്ന കാര്യം. എന്നെ വന്ന് കാണാൻ പറഞ്ഞു, അതാണ്. ഓഹോ. നളിനി സൗഹൃദത്തോടെ പുഞ്ചിരിച്ചു. അന്ന് പിന്നെ ജെന്നിഫർ അവനെ കണ്ടില്ല. ശരത്തിനെക്കുറിച്ച് അവൾ മറ്റു പലരിൽ നിന്നും കേട്ടു. ആരിൽ നിന്നും മോശമായ അഭിപ്രായങ്ങളൊന്നും കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് നല്ലത് മാത്രം. കലാകാരൻ, കായികപ്രേമി, വിനയാന്വിതൻ, സൽസ്വഭാവി. പിന്നെ ബസ്സിൽ വെച്ച് ജെന്നിഫറിനൊന്നും മനസ്സിലായില്ല. തൻ്റെ രൂപവും ദേഹവുമൊക്കെ അവനെ പ്രലോഭിപ്പിച്ചോ? അവനെ മറ്റൊരാളാക്കിയോ? അത് പുതിയ കാര്യമല്ല എന്ന് ജെന്നിഫറിനറിയാം. തിരക്കുള്ള ചുറ്റുപാടിൽ പലതവണ തൻ്റെ ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. ബന്ധുക്കളിൽ നിന്നുപോലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 തവണ പിച്ചിച്ചീന്തലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ഒന്നും കുറ്റം പറയാൻ ഞാനില്ല എൻ്റെ ജെനി. ഒരിക്കൽ കിടക്കയിൽ വെച്ച് ജോസഫ് പറഞ്ഞു. കല്ലും മരവുമൊക്കെ ജീവനില്ലാത്തതും പുരുഷന്മാരുമല്ലാത്തത് ആയത് നിന്റെ ഭാഗ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് ഓരോ മണിക്കൂറിലും അപമര്യാദയുടെ കഥകൾ പറയാൻ കാണുമായിരുന്നു. പന്നിയങ്കര സ്കൂളിൽ ജോയിൻ ചെയ്ത അന്ന് രാത്രി നോട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കെ ജോസഫ് അവളെ വിളിച്ചു. സമയം 10:30 കേട്ടോ. ബുക്കിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ ജെന്നിഫർ പുഞ്ചിരിച്ചു. ആണോ? അറിഞ്ഞില്ലല്ലോ. ഇല്ലേ? എന്നാൽ നീ അവിടെ കുത്തിയിരുന്നോ, ഞാൻ കിടക്കാൻ പോവുക. അയ്യോടാ. ബുക്കടച്ചുകൊണ്ട് ജെന്നിഫർ എഴുന്നേറ്റു. എന്നും എന്നോട് പെർമിഷൻ മേടിച്ചു കഴിഞ്ഞ് മാത്രം ഉറങ്ങാൻ പോകുന്നൊരു കുഞ്ഞുവാവ. അവൾ കിടക്കയെ സമീപിച്ചു. കുഞ്ഞുവാവ ഒന്ന് പോ. അയാൾ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് ബലമായി കിടക്കയിലേക്കിട്ടു.
ഓഹോ, തലമുടി വാരി കെട്ടിക്കൊണ്ട് ജെന്നിഫർ ചോദിച്ചു. അപ്പോൾ ഉറങ്ങാൻ പോകുകയെന്ന് പറഞ്ഞിട്ട്? ആണോ? ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? അവളുടെ ചുവന്ന് തുടുത്ത അധരം അയാളെ ഒരു റൊമാൻസിലേക്ക് ക്ഷണിച്ചു. ജെന്നിഫറിൻ്റെ കൈകൾ അയാളുടെ പിൻകഴുത്തിലേക്ക് പോയി. കിടക്കയിലേക്ക് ചെരിഞ്ഞുകൊണ്ട് അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു പുതിയ സ്കൂൾ? അഭിമുഖം കിടന്നുകൊണ്ട് അയാൾ ചോദിച്ചു. സൂപ്പർബ്, അവൾ പറഞ്ഞു. നല്ല പിള്ളേരാ, കൊളീഗ്സും കുഴപ്പമില്ല. ആൺപിള്ളേരൊക്കെ പഞ്ചാരയടിയായിരുന്നോ? ഏയ്, അതൊന്നും കണ്ടില്ല. ഭയങ്കര റെസ്പെക്റ്റൊക്കെ ആയിരുന്നു നോട്ടത്തിൽ, വർത്തമാനത്തിലൊക്കെ. പിന്നെ ഞാൻ ജാട വിട്ട് അധികം ഫ്രണ്ട്ലി ഒന്നും ആകാൻ പോയില്ലല്ലോ. ശരത്തിൻ്റെ കാര്യം പറയണോ വേണ്ടയോ എന്ന് അവൾ സംശയിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കാര്യവും പരസ്പരം ഒളിച്ചു വെച്ചിട്ടില്ല, ഒളിച്ചു വെക്കാൻ തോന്നിയിട്ടില്ല. തുറന്നു പറയാൻ പറ്റുന്നൊരു കാര്യമാണോ ഇതെന്ന് ജെന്നിഫറിന് തീർച്ചയുണ്ടായിരുന്നില്ല. അച്ചായ, എന്നാടി? അത് ജോസഫിനും അത് അത്ഭുതമായിരുന്നു. കാര്യങ്ങൾ പറയുമ്പോൾ ജെന്നിഫറിന് ഒരിക്കലും സംഭ്രമം ഉണ്ടായിട്ടില്ല. അവൾ അയാളെ നോക്കി. നിനക്ക് എന്നാ പറ്റി? പറ മോളെ. പെട്ടെന്ന് അയാൾ എന്തോ ഓർത്തു. ബസ്സിൽ വെച്ച് എന്നേലും പ്രോബ്ലം ഉണ്ടായോ? പറയാം, അച്ചായൻ ടെമ്പർ ആകരുത്. നീ കാര്യം പറ ജെന്നി. അവൾ ബസ്സിൽ വെച്ചുണ്ടായ കാര്യവും പിന്നീട് സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ ശരത്ത് കാണാൻ വന്നതുമൊക്കെ സാവധാനം വിവരിച്ചു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൾ അയാളെ നോക്കി. എന്താ ഒന്നും മിണ്ടാത്തേ? അയാളെ ആലിംഗനം ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു. എന്നായാലും അവൻ കാലുപിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞില്ലേ, നീ അതങ്ങ് ക്ഷമിക്ക് പെണ്ണേ. ഞാൻ എപ്പോഴേ ക്ഷമിച്ചു. എനിക്ക് അച്ചായൻ്റെ കാര്യം ഓർത്താണ്. കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ രസമൊക്കെ പറയുമെങ്കിലും നിൻ്റെ ബോഡിയിൽ ആരെങ്കിലും കൈവച്ചെന്നറിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഏനക്കേടാ പെണ്ണേ. എന്നാലും നിൻ്റെ കാല് പിടിച്ച സ്ഥിതിക്കൊക്കെ ഓക്കെ, ഞാനതങ്ങ് വിട്ടു. അവൾ ആശ്വാസത്തോടെ അയാളെ വീണ്ടും വരിഞ്ഞു മുറുക്കി. ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്ക്? അയാൾ ശൃംഗാരഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖം ഒന്ന് ചുവന്നു തുടുത്തു. അച്ചായൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾക്കുള്ളിൽ കൊതിയുണ്ടെങ്കിലും അച്ചായൻ തുടങ്ങി വെക്കുന്നതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. കിടപ്പറയിൽ ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം പരസ്പരം പ്രണയത്തോടെ നോക്കി കൃതജ്ഞതയോടെ പുഞ്ചിരിച്ചു. രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ബസ്സിൽ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജെന്നിഫർ പിമ്പിലേക്ക് നോക്കിയപ്പോൾ ശരത്ത് പിൻസീറ്റിലിരിക്കുന്നത് കണ്ടു. വിടർത്തി പിടിച്ച പുസ്തകത്തിൽ ഗൗരവത്തോടെ കണ്ണുകൾ നട്ട് വായനയിലാണ്. ഓ, ബസ്സിലും വായനയോ? നഴ്സറി കുട്ടികൾ മുതൽ നവമി ആഘോഷിക്കുന്ന വയസ്സന്മാർ വരെ മൊബൈലിൻ്റെ ലോകത്താണ്. അപ്പോഴാണ് ഒരുത്തൻ വായനയിൽ ഷോ കാണിക്കാൻ, അല്ലെങ്കിൽ താൻ നോക്കുമെന്നറിഞ്ഞുകൊണ്ട് ഇംപ്രസ് ചെയ്യിക്കാൻ. അവൾ ഓർത്തു. എങ്കിലും ചുറ്റിലും നേർത്ത പാരിജാത പൂക്കളുടെ സുഗന്ധം നിറഞ്ഞിരുന്നതിനാൽ അവൾ ആ സമയത്തെ സ്നേഹിച്ചു. സ്കൂളിൻ്റെ മുമ്പിൽ ഇറങ്ങുമ്പോൾ നളിനിയുടെ സ്കൂട്ടി അടുത്തെത്തി. പന്നിയങ്കരയിൽ തന്നെയാണ് നളിനിയുടെ വീട്. സ്കൂളിൽ നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്റർ ദൂരം കാണും. ഗുഡ് മോർണിംഗ്, നളിനി ചിരിച്ചു. ഗുഡ് മോർണിംഗ്. ജെന്നിഫറും തിരിച്ച് അഭിവാദ്യം ചെയ്തു. മാഡത്തിനൊരു സ്കൂട്ടർ വാങ്ങിക്കൂടെ? വേഗത കുറച്ച് ജെന്നിഫറിൻ്റെ വേഗത്തിന് സമമാക്കിക്കൊണ്ട് നളിനി ചോദിച്ചു. വാങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ജെന്നിഫർ വീണ്ടും ചിരിച്ചു. അത് ഓടിക്കാൻ ഡ്രൈവറെ വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ? ഷെഡിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യവേ നളിനി ചോദിച്ചു. എൻ്റെ മാഡം, എനിക്കൊരു സൈക്കിൾ ഓടിക്കാൻ പോലും അറിയില്ല. നളിനി ചിരിച്ചു. അത് സാരമില്ല, നമുക്ക് പഠിക്കാന്നേ. അവരിരുവരും ഓഫീസിലേക്ക് കയറി രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ബസ്സേന്നേ മുള്ളാമുട്ടി നിൽക്കുക. സ്റ്റാഫ് റൂമിൽ എത്തിക്കഴിഞ്ഞ് ജെന്നിഫർ പറഞ്ഞു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയേച്ചും വരാം. കമ്പനി വേണോ? നളിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മൂത്ര കമ്പനി? ഇപ്പോൾ വേണ്ട. ജെന്നിഫറും ചിരിച്ചു. കഥകിന് ഓടാമ്പലില്ല. യൂറോപ്യൻ സീറ്റൊക്കെ ഉണ്ട്, പക്ഷേ കഥകിന് ആകെയുള്ളത് കൊളുത്താണ്. ഈ അടുത്തിടെയായി പണി കഴിഞ്ഞത്. ഓടാമ്പലൊക്കെ അടുത്ത് തന്നെ ഫിറ്റ് ചെയ്യുമെന്ന് നളിനി പറഞ്ഞിരുന്നു. ടോയ്ലറ്റിൽ കയറി സീറ്റിലിരുന്നപ്പോൾ കാൽമുട്ടിന് അല്പം വേദന തോന്നി. ഇന്നലത്തെ പ്രകടനത്തിൻ്റെ അടയാളം. അവൾ പുഞ്ചിരിച്ചു. ഇപ്പോൾ അത് തുടരെ ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവാതിരിക്കും? വയസ്സ് 40 കഴിഞ്ഞില്ലേ? ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ കിടപ്പറയിൽ പെരുമാറണമെന്ന് ആഗ്രഹിച്ചാൽ ഇതിലപ്പുറം വരില്ലേ? പക്ഷേ അച്ചായം വിളിക്കുമ്പോൾ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ആ തലോടലും കരുതലും ഏറ്റുകഴിഞ്ഞാൽ പരമാവധി എല്ലാം നൽകാനാണ് താൻ എപ്പോഴും ആഗ്രഹിക്കാറ്.
കാര്യം സാധിച്ചതിന് ശേഷം ടോയ്ലറ്റ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നോക്കുമ്പോൾ പിശാചിനെ കണ്ടതുപോലെ ജെന്നിഫർ അലറി വിളിച്ചു. ഫണം വിടർത്തി ഉഗ്രരൂപിയായ ഒരു മൂർഖൻ. ജെന്നിഫർ അലമുറയിട്ട് കരഞ്ഞു. ഒരു പഴുതാരയെ കണ്ടാൽ പോലും ദേഹം വിറയ്ക്കുന്ന പ്രകൃതമാണ്. പാറ്റയോ പല്ലിയോ കണ്ടാൽ പോലും നിലവിളിക്കുന്ന പ്രകൃതം. അപ്പോഴാണ് മുമ്പിൽ മൂർഖൻ നിൽക്കുന്നത്. ഏത് നിമിഷവും അവൻ തൻ്റെ നേരെ ചീറിയെടുക്കും, തൻ്റെ കാലിൽ കൊത്തും. ആരും അറിയില്ല. ബാത്റൂമിൻ്റെ പരിസരത്ത് ആരെങ്കിലും വന്നാൽ തന്നെ കൊളുത്തിട്ടതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. തൻ്റെ ദേഹം കുഴയുന്നത് പോലെയും താൻ തളർന്നു വീഴാൻ പോകുന്നത് പോലെയും അവൾക്ക് തോന്നി. ശബ്ദിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും സർവ്വശക്തിയും എടുത്ത് അവൾ ഒന്നുകൂടി അലറി വിളിച്ചു. കണ്ണുകൾ അടയുന്നത് പോലെയും ബോധം മറയുന്ന പോലെയും ജെന്നിഫറിന് തോന്നി. കാലം പിറകിലേക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് നടത്തുന്നു. ബാത്റൂമിൻ്റെ ഇളം പിങ്ക് നിറം അപ്രത്യക്ഷമാകുന്നു. പകരം ഒരാൽമരം കടന്നു വരുന്നു. ചുറ്റും നിലാവും. അവിടെ ഫണം ഇടർത്തി നിൽക്കുന്ന രാജവെമ്പാല. അടുത്ത നിമിഷം പുറത്ത് ശക്തിയായ ഒരു ശബ്ദവും അതിനെ തുടർന്ന് കതകിൻ്റെ കൊഴുത്ത് പറഞ്ഞ് താഴെ വീഴത്തക്ക വിധത്തിൽ കതക് തകർന്ന് തുറക്കപ്പെട്ടതിൻ്റെ ശബ്ദവും കേട്ടു. മുമ്പിൽ ശരത്ത് നിൽക്കുന്നു. എന്താ മാഡം? ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ മുമ്പിലേക്ക് നോക്കി. അതിനു മുമ്പേ തന്നെ ശരത്ത് പാമ്പിനെ കണ്ടിരുന്നു. ആ നിമിഷം അവനെയും ഭയം പിടികൂടി. ഒരു വേള ഭയപ്പെട്ടോടണമെന്ന് അവൻ ചിന്തിക്കുന്നത് പോലെയും തോന്നി. എൻ്റെ ഭഗവതി, അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കുനിഞ്ഞ് നിലത്തിരുന്ന ബക്കറ്റെടുത്ത് കണ്ണും പൂട്ടി നാഗത്തിൻ്റെ ഫണം നോക്കി അവൻ ആഞ്ഞടിച്ചു. തരംഗജലങ്ങളോടെ കുറേ സമയം വിറവുണ്ടെങ്കിലും അവസാനം അതിൻ്റെ ദേഹം നിശ്ചലമായി. മാം, വേഗം വേഗം പുറത്തിറങ്ങ്, അവൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും ചലിക്കാനാവാതെ ഭയന്ന് തരിച്ചു നിൽക്കുകയായിരുന്നു ജെന്നിഫർ. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ കൈക്ക് പിടിച്ച് പെട്ടെന്ന് പുറത്തെത്തിച്ചു. അപ്പോഴേക്കും ചില കുട്ടികളും അധ്യാപകരും അങ്ങോട്ട് ഓടി വന്നു. എന്താ എന്താ ശരത്തെ, എന്താ ടീച്ചറെ? ചിലർ തിരക്കി. ഒന്നുമില്ല, ശരത്ത് വിശദീകരിച്ചു. മാഡം വാഷ്റൂമിലെത്തി. കയറുന്നതിന് മുമ്പ് വാഷ്റൂമിൻ്റെ മുമ്പിൽ പാമ്പിനെ കണ്ടു. ഞാൻ സ്പോർട്സ് സ്റ്റോറിലേക്ക് വരുമായിരുന്നു. അടിച്ചു കൊന്നു. എന്നിട്ട് പാമ്പ് അകത്താണല്ലോ ശരത്തെ? പ്യൂൺ മുകുന്ദൻ ചോദിച്ചു. അടികൊണ്ട് പൊളഞ്ഞ് അകത്തേക്ക് പാഞ്ഞ് കയറിയതാ. അതിനിടയിൽ നളിനി വന്ന് ജെന്നിഫറിനെ കൂട്ടിപ്പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി. മാഡം ഇപ്പോഴും വിറയ്ക്കുവാണല്ലോ, അതിനെ കൊന്നില്ലേ? പിന്നെന്താ? ആരോ പറഞ്ഞു. ജെന്നിഫർ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഭയങ്കര പേടിയാ പാമ്പിനെ, അതാ, അവൾ പറഞ്ഞു. പാമ്പിനെ ആർക്കാ പേടിയില്ലാത്തേ? ഒരാൾ ചിരിച്ചു. നമ്മൾ ആരും പരമശിവനെ പോലെ പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുമൊന്നും അല്ലല്ലോ. അതിനെ അതിൻ്റെ പാട്ടിന് വിട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല പിന്നെ, അവർക്കാർക്കും അറിയില്ല പാമ്പിനോടുള്ള തൻ്റെ പേടിയുടെ രഹസ്യം. അതൊന്നും ഒരിക്കലും ഓർക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഓർമ്മയുടെ അങ്ങേയറ്റത്ത് ബെന്നിയുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ ഉറ്റ കൂട്ടുകാരനായിരുന്നവൻ. നിഴലും വെളിച്ചവും ഇടകലർന്ന ബാല്യത്തിൻ്റെ തൊടിയിലൂടെ, തോട്ടങ്ങളിലൂടെ, പച്ച പടർപ്പുകളിലൂടെ, പുഴയോരത്തുകൂടെ, ദേവാലയ സങ്കീർത്തനങ്ങളിലൂടെ അവൻ ആദ്യം വന്നു. പിന്നെ പൂക്കളുടെ നിറങ്ങളിലെ രഹസ്യവും കുയിലിൻ്റെ പാട്ടിലെ ഉന്മത്തതയും തിരിച്ചറിഞ്ഞ നാളുകളിൽ അവൻ തൻ്റെ ഏറ്റവും വിലപിടിച്ച സ്വപ്നങ്ങളിലെ കൗമാരക്കാരനായി. അല്പം കൂടി കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങളിൽ സ്വർണം കെട്ടിയ നാഗങ്ങൾ തൻ്റെ ഉടലിലൂടെ അരിച്ചെത്തുന്ന കാലത്ത് ഉണക്കമുണർന്നിരിക്കുമ്പോൾ അവൻ തൻ്റെ ഒപ്പം ദേഹത്ത് ചൂടായി പടർന്നു. ബെന്നി, ഞാൻ പ്രാണൻ പകുത്ത് നൽകാൻ കൊതിച്ചവൻ, എനിക്ക് ജീവനും പ്രണയവും സ്വപ്നവും തന്നവൻ. പക്ഷേ നനവുള്ളൊരു യാത്രയിൽ നിലാവ് മാറി നിന്നൊരു യാമം അവൻ തന്നെ വിട്ടുപോയി. രാത്രിയിൽ തന്നെ പ്രതീക്ഷിച്ച് ആലിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പരീക്ഷിത്ത് രാജാവിൻ്റെ ജീവനെടുത്ത ശേഷം തപസ്സിലായിരുന്ന തക്ഷകൻ അവൻ്റെ സമീപമെത്തി. പ്രണയിനിയായ തന്നെ കാത്തിരുന്ന അവൻ്റെ തരുണ ദേഹത്തേക്ക് നാഗം വിഷം ദംശിച്ചു. നിലവിളി കേട്ട് താൻ ഓടിയെത്തുമ്പോൾ നിലത്ത് വീണ് പിടയുന്ന ബെന്നി. സമീപം അപ്പോഴും വിഷക്കലിപ്പിൽ നാഗഫണം ഉയർത്തി നിൽക്കുന്ന തക്ഷകൻ. ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. സമീപം ബോധരഹിതയായി വീഴുകയായിരുന്നു താൻ. അതിൽ പിന്നെ ഫണമുയർത്തിയ നാഗത്തെ കാണുന്നത് ഇപ്പോഴാണ്. ബോധം മറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കതക് തകർത്ത് ബെന്നി രക്ഷകനായി വന്നത്. ബെന്നിയോ? അന്താളിപ്പോടെ ജെന്നിഫർ തിരുത്താൻ നോക്കി.
എന്തുകൊണ്ടാണ് തനിക്ക് തിരുത്താൻ കഴിയാത്തത്? ബെന്നിയല്ല, ശരത്താണ്. ശരത് സുധാകരൻ, തൻ്റെ വിദ്യാർത്ഥി. ജെന്നിഫറിന് വലിയ ദാഹം തോന്നി. മൺകൂജയിൽ വെച്ചിരുന്ന തണുത്ത വെള്ളമെടുത്ത് അവൾ കുറേ കുടിച്ചു. ദാഹം മാറാത്തത് എന്തുകൊണ്ടാണ്? ആർ യു നോട്ട് ഓൾ റൈറ്റ്? നളിനി ചോദിച്ചു. തുടർന്ന് സാന്ത്വനിപ്പിക്കുന്നൊരു തലോടലും. യാ ഷോർ, ഐ ആം ഓക്കെ, താങ്ക് യു. ജെന്നിഫർ മന്ദഹസിക്കാൻ ശ്രമിച്ചു. മണിയടിച്ചു. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തുകൊണ്ട് ജെന്നിഫർ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ചത്ത മൂർഖനെയും ചുമന്നുകൊണ്ട് കുട്ടികൾ ശവഘോഷയാത്ര നടത്തുകയായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു. റോൾ നമ്പർ വിളിക്കുമ്പോൾ 37-ാം നമ്പറിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. 37 അവൾ വിളിച്ചു. യെസ് മാം. ശരത്തിൻ്റെ സ്വരം അവൾ കേട്ടു. ജെന്നിഫർ മുഖമുയർത്തി നോക്കി. റോൾ നമ്പർ പറഞ്ഞു കഴിഞ്ഞ് അവനൊരു പുസ്തകം നിവർത്തി വെച്ച് അതിൽ കണ്ണും പൂട്ടിയിരിക്കുകയാണ്. മനസ്സിനെ ശാന്തയാക്കി ജെന്നിഫർ ക്ലാസ് ആരംഭിച്ചു. റീഫണ്ട് എന്ന കോമിക് ഡ്രാമയാണ് ക്ലാസ്. ആദ്യ ദിവസങ്ങളിലൊന്നാണ്. ഉഴപ്പാൻ പാടില്ല. ജെന്നിഫർ പുസ്തകം വിടർത്തി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ക്ലാസ് ആരംഭിച്ചു. കുട്ടികൾ ചിരിക്കാനും പ്രതികരിക്കാനും തുടങ്ങി. ഇടയ്ക്ക് അവൾ ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. നിർനിന്മേഷനായി തൻ്റെ വാക്കുകളിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് അവൻ. കണ്ണുകൾ നിറയെ പ്രകാശമാണ്, മുഖത്ത് കൃതജ്ഞതയോടെ അടയാളങ്ങൾ. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ എത്തിയപ്പോൾ ജെന്നിഫർ ശരത്തിനെ നോക്കി. ഒന്ന് പുറത്തേക്ക് വരൂ. ശരത്ത് എഴുന്നേറ്റു. ക്ലാസ്സിൽ നിന്ന് അല്പം മാറിയപ്പോൾ അവൾ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു. താങ്ക്സ് മോനെ, അവൾ പറഞ്ഞു. തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ജെന്നിഫർ അറിഞ്ഞു. ശരത്ത് കൈകൾ കൂപ്പി. താങ്ക്സ് ഞാനാണ് പറയേണ്ടത് മാം, അവൻ പറഞ്ഞു. ഈശ്വരൻ എനിക്കൊരവസരം തന്നതിന്. ജെന്നിഫർ അവൻ്റെ തോളിൽ സ്പർശിച്ചു. താങ്ക്സ് അഗെയിൻ, അവൾ പറഞ്ഞു. പിന്നെ പുഞ്ചിരിച്ചു. അവനും. വൈകുന്നേരം മടക്കയാത്രയിൽ ജെന്നിഫർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ജോസഫിനോട് അന്ന് നടന്ന കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്നാണ്. എന്തിനാണ് ഒളിപ്പിക്കുന്നത്? അസാധാരണമായി ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നാലും കിടപ്പറയിൽ കൂടിയപ്പോൾ ശരത്ത് വന്ന് പാമ്പിനെ കൊന്ന കാര്യം അവൾ മറച്ചു വെച്ചു. ആദ്യമായി അവൾക്ക് കുറ്റബോധം തോന്നി. ശരത്തിൻ്റെ കാര്യം താൻ എന്തിനാണ് മറച്ചു വെച്ചത്? അന്നു പക്ഷേ ജോസഫിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ വേഗം ഉറങ്ങിപ്പോയി. അയാളുടെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അവൾ കിടന്നു. മനസ്സിലേക്ക് ബെന്നിയുടെ മുഖം ഓടിയെത്തി. ഡീ പെണ്ണെ, നീ വരാതിരിക്കരുത് കേട്ടോ. ഞാനെങ്ങും വരില്ല. വന്നില്ലേ ഞാൻ ആൽമരത്തിൻ്റെ ചോട്ടി നേരം വെളുക്കുവോളം മഞ്ഞത്ത് നിൽക്കും. അതിന് എനിക്കെന്നാ ബെന്നിച്ച, ഞാൻ വരത്തില്ല കേട്ടോ. പോടി, നീ വരും. ഉവ്വ. അവൻ്റെ മുഖം മങ്ങി. എന്തിനാടാ? നീ വരത്തില്ലല്ലോ, പിന്നെ എന്തിനാ? ചുമ്മാ ഓർത്ത് കിടക്കാണല്ലോ. പറയടാ, എന്നാത്തിനാ? നിന്നെ കെട്ടിപ്പിടിക്കാൻ. പിന്നെ നടന്നതാ, ഒന്ന് പോചെറുക്ക. നിന്നെ ഉമ്മ വയ്ക്കാൻ. ഉവ്വ ഞാനങ്ങ് നിന്ന് തരുമല്ലേ നിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ മേടിക്കാൻ. പ്രതിഷേധിച്ച് പറയുമ്പോഴും തൻ്റെ ദേഹം ചൂടുപിടിച്ച് നിൽക്കുകയായിരുന്നു. അത് തന്നേക്കാൾ അവൻ മനസ്സിലാക്കിയിരുന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ചങ്കിടിച്ചു. ഈശോയെ, 12 മണി. 11-ന് വരാനാണ് പറഞ്ഞിരുന്നത്. താനും സമയം നോക്കി ഇരുന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോവുകയാണുണ്ടായത്. തിടുക്കത്തിൽ ശബ്ദം കേൾപ്പിക്കാതെ സമീപത്തുള്ള ആൽമരത്തിനടുത്തേക്ക് പോവുകയായിരുന്നു. അകലെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ആദ്യം കരുതിയത് തന്നെ പറ്റിക്കാൻ മറഞ്ഞിരിക്കുകയാണെന്നാണ്. പക്ഷേ സമീപം എത്തിയപ്പോൾ അവൻ്റെ ഷർട്ടിൽ നിന്നും തനിക്ക് എപ്പോഴും കിട്ടാറുള്ള പാരിജാതത്തിൻ്റെ സുഗന്ധം. പക്ഷെ അത് വന്നത് നിലത്ത് നിന്നാണ്. പകച്ചുപോയി. താഴെ വലിയ ചൈന റോസ് പൂക്കളുള്ള ഡിസൈനിലുള്ള ഷർട്ടിട്ട് നിലത്ത് കിടക്കുന്ന ബെന്നി. സമീപം ഫണം വിടർത്തിയ നാഗം. അല്പം കഴിഞ്ഞാണ് ജെന്നിഫർ അറിയുന്നത്. തൻ്റെ കണ്ണുനീർ വീണ് ജോസഫിൻ്റെ ഷർട്ട് കുതിർന്നിരുന്നു. അതറിയാതെ അയാൾ ഗാഢനിദ്രയിലാണ്. ക്ഷമിക്കെന്നോട്, അയാളുടെ പുറത്ത് ചുണ്ടുകൾ അമർത്തി അവൾ പറഞ്ഞു. പിറ്റേ ദിവസം ക്ലാസ്സിൽ റോൾ വിളിക്കുമ്പോൾ ക്ലാസ്സിൽ ശരത്ത് ഉണ്ടായിരുന്നില്ല. അവൾക്കുള്ളിൽ ഒരു നോവ് അനുഭവപ്പെട്ടു. എങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അവൾ ആകാംക്ഷയോടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ, എവിടെയാ നീ? അവളുടെ മനസ്സിടറി. ബെല്ലടിച്ചപ്പോൾ ഉത്സാഹമില്ലാതെ അവൾ പുറത്തേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾ ഒന്ന് നടുക്കത്തോടെ നിന്നു.
വരാന്തയുടെ അങ്ങേയറ്റത്ത് നിന്ന് ശരത് ഒരു അധ്യാപകനോടൊപ്പം നടന്നു വരുന്നു. അവൻ്റെ നേരെ ഓടിച്ചെല്ലാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും നിയന്ത്രിച്ചു അവൾ. ശരത് നടന്നടുത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു, ശരത്. അവൻ പെട്ടെന്ന് നിന്നു. സർ, ഒരു മിനിറ്റ്, അവൻ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകനോട് പറഞ്ഞു. പിന്നെ അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ ഇത്, ഇന്നെന്താ ക്ലാസ്സിൽ വരാതിരുന്നേ? അവൻ ആദ്യം ഒന്ന് സംഭ്രമിച്ചു, പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു, മാഡം, ഡിസ്ട്രിക്ട് കലോത്സവത്തിൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പാൾ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞ്. ഞാൻ ഹെഡ് ബോയ് ആണ്. ഓ, അവൾ നിശ്വാസം മുതിർത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ കരുതി മോൻ ഇന്ന് വരില്ല എന്ന്. ശരത്ത് അത്ഭുതത്തോടെ അവളെ നോക്കി. ഇങ്ങ് വന്നേ. അവൻ്റെ കൈ പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. അകത്ത് കയറി തൻ്റെ ഷെൽഫിൽ നിന്ന് ഒരു ഹോട്ട് ബോക്സ് എടുത്തു. ദാ, അവൾ ആ പാത്രം അവൻ്റെ നേരെ നീട്ടി. ഇത് ഞാൻ മോന് വേണ്ടി കൊണ്ടുവന്നതാ. എന്താ മാം ഇത്? തുറന്നു നോക്ക്. അവൻ പാത്രം തുറന്നു. വാവ്! പാത്രത്തിലേക്ക് മൂക്കടുപ്പിച്ച് മണത്തുകൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മുഖം മങ്ങി. എന്താ മോനെ? അവൻ്റെ ഭാവമാറ്റം കണ്ടിട്ട് അവൾ ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. മോൻ്റെ അമ്മ? അവൾ നിറ കണ്ണുകളോടെ ചോദിച്ചു. പോയി, കഴിഞ്ഞ വർഷം. അവനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴേക്കും നളിനി അടക്കമുള്ളവർ വന്നതിനാൽ അതുണ്ടായില്ല. മൂന്നാമത്തെ പീരീഡ് ലെഷർ ആയതിനാൽ പ്രിൻസിപ്പൽ ജെന്നിഫറിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ടീച്ചറെ, ജില്ലാ കലോത്സവം അടുത്ത ആഴ്ച 20 മുതലാണ്. ടീച്ചറും ടീമിലുണ്ട്. വിരോധമൊന്നും ഇല്ലല്ലോ? ഉണ്ടായിട്ടും കാര്യമില്ല. സ്റ്റാഫ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ആദ്യം വേണ്ട എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും ടീമിൽ ശരത്തുള്ളതിനാൽ അവൾ സമ്മതമാണെന്നർത്ഥത്തിൽ തലകുലുക്കി. വീട്ടിൽ അന്ന് രാത്രി ജോസഫിനോട് കാര്യം പറയുമ്പോൾ അയാൾ കടുത്ത പ്രതിഷേധമാണ് അവൾ പ്രതീക്ഷിച്ചത്. ആണോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. അതേതായാലും നന്നായി. എടി, ഞങ്ങളുടെ ടൂറും ബോർഡ് മീറ്റിങ്ങും ഒക്കെ ആ ദിവസത്തിനടുത്താണ് തുടങ്ങുന്നത്. ഏതായാലും അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നത് ഭാഗ്യമായി. പാണ്ടിക്കടവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 3 മണിക്കൂർ യാത്രയുണ്ട്. കേരള എക്സ്പ്രസ്സിനായിരുന്നു യാത്ര. അതിരാവിലെ ആയിരുന്നു യാത്ര എന്നതിനാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മിക്കതും ആളൊഴിഞ്ഞു കിടന്നിരുന്നു. കുട്ടികളെല്ലാവരും ഉത്സാഹത്തോടെ ഓടി നടന്ന് മത്സരിച്ച് പാടിയും വാദ്യോപകരണങ്ങൾ മീട്ടിയും സമയം ചെലവിടുമ്പോൾ ശരത്ത് ജെന്നിഫർ ഇരിക്കുന്നിടത്തേക്ക് വന്നു. ആഹാ, വന്നോ? അവനെ കണ്ടപ്പോൾ അവൾ ഉത്സാഹത്തോടെ ചോദിച്ചു. മോൻ ഇവിടെയായിരുന്നു? ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ചുമ്മാ കോർഡിനേറ്റർ എന്നുള്ള ജാട കാണിച്ച് നടക്കുമായിരുന്നു. എന്താ മാം? ഇരിക്ക്. തനിക്കെതിരെയുള്ള സീറ്റിലേക്ക് കണ്ണുകൾ കാണിച്ച് ജെന്നിഫർ പറഞ്ഞു. ശരത്ത് അവൾക്ക് അഭിമുഖമായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഹത്ത് പാരിജാതത്തിൻ്റെ സൗരഭ്യം പൊഴിയുന്നുണ്ടോ? യെസ്, ഉണ്ട്. അവളുടെ ഹൃദയം വിറപൂണ്ടു. അവനും പുഞ്ചിരിച്ചു. എന്താ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. ഗേൾഫ്രണ്ടിനെ ഓർത്ത് കാണും. അവൾ പെട്ടെന്ന് പറഞ്ഞു. ഷേ, ഗേൾഫ്രണ്ടോ? എനിക്കോ? അവൻ പെട്ടെന്ന് മുഖത്ത് ലജ്ജ വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, അതെന്താ? ഇത്രയും സുന്ദരനായിട്ട് ഗേൾഫ്രണ്ട് ഇല്ലെന്നൊന്നും എന്നോട് പറയണ്ട. അവളുടെ വാക്കുകൾ അവൻ അത്ഭുതത്തോടെ കേട്ടു. എന്താ കണ്ണുമിടിച്ച് നോക്കുന്നേ? അവൾ ചോദിച്ചു. അല്ല, മാഡം പറഞ്ഞത് കേട്ടിട്ട്. സുന്ദരൻ എന്ന് പറഞ്ഞതോ? അവൻ തലകുലുക്കി. അതുള്ളതല്ലേ, അതിനകത്തെന്താ ഇത്ര അത്ഭുതപ്പെടാൻ? നമ്മുടെ സ്കൂളിലെ ഏറ്റവും സുന്ദരൻ. പറഞ്ഞു കഴിഞ്ഞാണ് ജെന്നിഫറിന് ബോധമുണ്ടായത്. താൻ എന്തൊക്കെയാണ് പറയുന്നത്? ഈ കുട്ടി എന്ത് കരുതും? അവൻ്റെ ദേഹത്ത് രോമങ്ങൾ എഴുന്നേൽക്കുന്നത് അവൾ കണ്ടു. അവൻ്റെ കണ്ണുകൾ വിടരുന്നതും നീല ജീൻസിൽ പൊതിഞ്ഞ ആകൃതിയൊത്ത കാലുകൾ അവൻ നാണത്തോടെ അടുപ്പിക്കുകയും ചെയ്യുന്നത് അവൾ കണ്ടു. എന്തെങ്കിലും പറയും മോനെ. ഞാൻ ഒന്നും മടിക്കണ്ട, എന്തായാലും പറയൂ. ഞാനും അത് തന്നെ ഓർത്തേ. മാം എന്ത് സുന്ദരിയാണെന്ന്. എല്ലാ ആൺകുട്ടികളും അത് തന്നെയാണ് പറയുന്നത്. ആരും മാമിൻ്റെ ക്ലാസ് കട്ട് ചെയ്യാറില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളും മിഴിമുനകൾ മാറ്റാതെ അവനെ നോക്കി. നോട്ടം മാറ്റാതെ അവൾ അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. അവൻ്റെ മനോഹരമായ അധരങ്ങളും വിടർന്നു. കണ്ണുകളിലെ വശ്യമായ പ്രകാശത്തിൻ്റെ നിറവിൽ അവൻ്റെ പുഞ്ചിരി സ്വർണം കൊണ്ടുള്ള ഒരു മഴവില്ല് തീർക്കുന്നത് അവൾ കണ്ടു.
ഇതുപോലെ ത്രസിപ്പിച്ച് പുഞ്ചിരിക്കുന്ന ഈ സുന്ദരൻ ചെറുക്കന് ആരോടും പ്രേമമില്ലെന്നോ? അവൾ ചോദിച്ചു. മാം. അവൻ നോട്ടം മാറ്റാൻ തുടങ്ങി. മാറ്റല്ലേ. അത് കണ്ട് അവൾ പറഞ്ഞു, നോക്കിയിരിക്കും മോനെ. എന്തൊരു ഭംഗിയാണ് മോൻ എൻ്റെ നേരെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ. ഹോ, ഇതുപോലെയുണ്ടോ ആൺകുട്ടികൾക്ക് സൗന്ദര്യം? അവളുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടി. അവൻ അസ്വസ്ഥതയോടെ ഇരിപ്പിടത്തിൽ അല്പം നിരങ്ങി. അവൻ്റെ കൈത്തലം എന്തോ മറയ്ക്കാനെന്ന പോലെ മടിയിലേക്ക് നീണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിലെ പുഞ്ചിരിക്ക് വീണ്ടും തിളക്കമേറി. തൻ്റെ അനുവാദത്തോടെയല്ല വാക്കുകൾ വാർന്നു വീഴുന്നത്. തൻ്റെ വാക്കുകൾക്ക് മേൽ തനിക്ക് നിയന്ത്രണങ്ങളില്ല. പാരിജാതത്തിൻ്റെ ഗന്ധം തനിക്ക് ചുറ്റും കുളിർമഴ ചുരത്തുമ്പോൾ താൻ സ്ഥലം ഓർമ്മിക്കുന്നില്ല, കാലം ഓർമ്മിക്കുന്നില്ല. അല്ലെങ്കിൽ തനിക്ക് ഒരു കാലവും ഒരു സ്ഥലവുമേ ഓർമ്മയുള്ളൂ. ആൽമരത്തിൻ്റെ ചുവട്ടിൽ വസന്തം തളിരിടുന്ന സന്ധ്യകളിൽ ബെന്നിയോടൊപ്പം ഇരുന്ന കാലം. ശരത്തിൻ്റെ നിശ്വാസത്തിൻ്റെ ചൂട് അവളുടെ മുഖത്ത് തട്ടി. അതിൽ അവളുടെ രോമകൂപങ്ങൾ ത്രസിപ്പിക്കുന്ന നൃത്തച്ചുവടിൽ പിടഞ്ഞെഴുന്നേറ്റു. മോൻ്റെ കൈയിങ്ങിതാ. ട്രെയിൻ പച്ചനിറമാർന്ന സമതലത്തിന് കുറുങ്ങെ നീങ്ങുമ്പോൾ അവൾ അവനോട് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, എത്രാമത്തെ വയസ്സിലാണ് എൻ്റെ മോനൊരു പെണ്ണിനെ കിട്ടുന്നതെന്ന്. ശരത്ത് യാന്ത്രികമായി കൈ നീട്ടി. മാഡത്തിന് കൈ നോക്കാനൊക്കെ അറിയാവോ? പിന്നില്ലേ. അവൻ്റെ കൈ തൻ്റെ കയ്യിലെടുത്ത് അവൾ ചോദിച്ചു. എന്താ മോനു കൈ ഇങ്ങനെ ചൂടായിട്ട്? പനിക്കുന്നുണ്ടോ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, അത്. അവൻ്റെ സ്വരം വിറച്ചു. അവൾ അവൻ്റെ കയ്യിൽ തലോടി. ശരത്തിൻ്റെ കണ്ണുകൾ അപ്പോൾ അവളുടെ മുഖത്ത് കണ്ണുകളിൽ തറഞ്ഞു. മാമിൻ്റെ കൈയും ചൂട് പിടിച്ച്. അവൻ പറയാൻ ശ്രമിച്ചു. ആണോ? അവൾ ചിരിച്ചു. എന്നിട്ട് മറ്റേ കൈത്തലം കൊണ്ട് തടവി. നേരാണല്ലോ, അവൾ മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ കൈക്കും പൊള്ളുന്ന ചൂട്. അവളൊന്ന് ഇളകിയിരുന്നു. അപ്പോൾ സാരിത്തലപ്പ് അല്പം മാറിൽ നിന്ന് നീങ്ങി. ശരത്തിൻ്റെ നാവ് വരളുന്നതും ഉമിനീർ പ്രവാഹത്തിൻ്റെ ഔട്ട്ലൈൻ തൊണ്ടയിലൂടെ ദൃശ്യമാകുന്നതും അവൾ കണ്ടു. ജനലിലൂടെ കാറ്റ് വല്ലാതെ വീശുന്നുണ്ട്. സാരി പിടിച്ചിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. എങ്ങനെ കൈ ചൂട് പിടിക്കാതിരിക്കും? അവൻ്റെ കയ്യിൽ തലോടൽ തുടർന്ന് അവൾ പറഞ്ഞു. ഇതുപോലെ അസൽ കാന്തകണ്ണുകളുള്ള ഒരു പുന്നാരി ചുന്ദരി ചെക്കൻ്റെ കൈ പിടിച്ച ആരുടെ കൈയാ ചൂടാകാത്തത്? അറിയാതെ അവൾ അധരം നനച്ചു കടിച്ചു. ഇടത് കൈ ഉയർത്തി ഇടതൂർന്ന മുടികളിൽ തഴുകി. പ്രഡിക്റ്റ് ചെയ്യുന്നില്ലേ? അവൻ ചോദിച്ചു. ഓ, ഞാൻ മറന്നു. അവൾ ഉച്ചത്തിൽ ചിരിച്ചു. എന്തൊരു ഉത്സാഹമാണ് അറിയാൻ, കള്ളൻ. അവൻ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. ആട്ടെ, അതിനു മുമ്പ് മോൻ്റെ ഇഷ്ടങ്ങൾ പറ. അല്ലെങ്കിൽ സങ്കല്പത്തിലെ പെണ്ണെങ്ങനെയാ? അവളുടെ രൂപം, ഷേപ്പ് ഒക്കെ പറ. ഒരുപാട് സെൻറ്റൻസിലൊന്നും പറയാനില്ല, അവൻ പറഞ്ഞു. 1-2 വാക്കുകളിൽ പറഞ്ഞു തീരുന്നതേ ഉള്ളൂ അത്. ആണോ? ഓക്കെ, എന്നാ പറയേ. അവൻ അല്പം കൂടി അടുത്തിരുന്നു. ശ്വാസഗതിയെ നിയന്ത്രിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് തറഞ്ഞു നോക്കി. ഇടത് കൈയുടെ ചൂണ്ടുവിരൽ ഉയർത്തി സ്വയം കവളിൽ തലോടി. എന്നിട്ട് പറഞ്ഞു. മാഡത്തെ പോലെ, ശരിക്കും മാഡത്തെ പോലെ ഒരു പെണ്ണ് എൻ്റെ സങ്കല്പത്തിൽ അതാണ്. തൻ്റെ ഭാരം മുഴുവൻ പോയതുപോലെ ജെന്നിഫറിന് തോന്നി. ട്രെയിൻ മേഘങ്ങളിലേക്ക് പറന്നു കയറുകയാണ്. ട്രെയിൻ പീലി വിരിച്ച് പറക്കുന്ന ഒരു മയിലായി പരിണാമം പ്രാപിച്ചിരിക്കുന്നു. ആകാശഗംഗയുടെ വർണ്ണവിധാനവും പിന്നിട്ടത് അനന്തമായൊരു ഗോവണിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള അവളുടെ പിടി മുറുകി. തങ്ങളുടെ കൈകളിൽ ചൂടിൻ്റെ തന്മാത്രകൾ അനുനിമിഷം പെരുകി നിറയുന്നത് ഇരുവരും അറിഞ്ഞു. എന്നെപ്പോലെയോ മോനു? എന്നെപ്പോലെ അങ്ങനെ ആരാണ്? അവൾ ചോദിച്ചു. മാമിനെ പോലെ മാം മാത്രമേ ഉള്ളൂ. അപ്പോൾ? ശരത്തൊന്നും മിണ്ടാതെ കണ്ണുകളിൽ നക്ഷത്രത്തിളക്കം നിറച്ച് അവളെ നോക്കൂ. പറയൂ മോനു, മാമിൻ്റെ മനസ്സെന്താ പറയുന്നത്? അതുതന്നെയാണോ നിൻ്റെ മനസ്സിലും? അതുതന്നെയാണ് എൻ്റെ മനസ്സിലും. അവൻ പതിയെ നിർത്തി, എന്നാൽ ദൃഢമായി മന്ത്രിച്ചു. എൻ്റെ മനസ്സിൽ, ജീവനിൽ, എപ്പോഴും. ഇവിടെ വന്നിരിക്ക്. അവൾ തൻ്റെ അടുത്തേക്ക് അവനെ വിളിച്ചു. അവൻ അവളുടെ അടുത്തിരുന്നു. ചേർന്നിരിക്കെ, തൊട്ടടുത്ത്, അവൾ പറഞ്ഞു. അവൻ അവളോട് അമർന്നിരുന്നു.
ഇനി ഞാൻ പറയട്ടെ. അവളുടെ കൈ കടന്നെടുത്ത് ശരത്ത് പറഞ്ഞു. അവൾ മുഖം ചരിച്ച് അവനെ നോക്കി. പറയൂ. ഞാൻ മാമിനെ ആദ്യം കാണുന്നത് 3 മാസങ്ങൾക്ക് മുമ്പാണ്. എവിടെ വെച്ച്? അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ശരത്തിൻ്റെ കൈമുട്ട് അവളുടെ വയറിൻ്റെ വശത്ത് തൊട്ടു. ആ സ്പർശനത്തിൻ്റെ സുഖമുള്ള ദൃഢതയറിയാൻ അവൾ അല്പം കൂടി അവനിലേക്ക് ചേർന്നു. കണ്ണാടിപ്പറമ്പിൽ വെച്ച്. കണ്ണാടിപ്പറമ്പിലോ? അവിടെ എൻ്റെ തറവാട്ട് വീടാണ്. അവൻ്റെ കൈ തൻ്റെ വയറിൻ്റെ സുഖമുള്ള മൃദുലതയിൽ ചേർന്നമരുന്ന സുഖമറിഞ്ഞ് അവൾ തിരക്കി. അവിടെ എൻ്റെ അമ്മാവൻ്റെ വീടുണ്ട്. പേര്? അമ്മാവൻ്റെ പേരെന്താ? ശ്രീകണ്ഠ പൊതുവാൾ. തായിനേരി വീട്ടിലെ ശ്രീകണ്ഠമോൻ്റെ അമ്മാവനാണോ? അതെ. ആദ്യ ദിവസം താൻ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ നളിനിയോട്. അതിപ്പോൾ സത്യമായി വന്നിരിക്കുന്നു. ഈശോയെ, എന്നിട്ടാണോ? എന്നിട്ട് പറ. ആദ്യമായാണ് ഞാൻ അമ്മാവൻ്റെ കണ്ണാടിപ്പറമ്പിലെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴാണ്ടേ അതിനടുത്ത് പഴയ നായ തറവാടിൻ്റെ കെട്ടിലും മട്ടിലും പണിത ഒരു പഴയ ഇരുനില മാളിക വീട് കാണുന്നത്. സാക്ഷാൽ ജെന്നിഫർ മഹാറാണിയുടെ കൊട്ടാരം. കൈ ഉയർത്തി രാജമുദ്ര കാണിച്ചുകൊണ്ട് ജെന്നിഫർ പറഞ്ഞു. അതെ അതെ. ശരത്ത് ചിരിച്ചു. അവൻ്റെ കൈ ഉയർന്നു. അതിപ്പോൾ അവളുടെ മേത്ത് കൂടുതൽ ചേർന്ന് വന്നു. അതറിഞ്ഞ് പെട്ടെന്ന് അവൻ കൈമുട്ട് മാറ്റിയപ്പോൾ അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. മഹാറാണിയുടെ കൊട്ടാരമാണ് എന്നപ്പോൾ അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും കാഴ്ചവെക്കാൻ കൊണ്ടുപോയേനെ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് തരുമായിരുന്നു കാഴ്ചയായിട്ട്? എന്താവും മഹാറാണി ആഗ്രഹിക്കുക? അവൻ തിരിച്ചു ചോദിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നൊരു സൂത്രമുണ്ട്. അവനോട് ചേർന്നിരിക്കുന്നതിൻ്റെ ത്രില്ലിൽ വീണ്ടും അവനിലേക്ക് അമർന്നുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അത് ഞാൻ ചോദിക്കും. പിന്നെ അപ്പോൾ തരാതിരിക്കരുത്. തരും. കൈമുട്ടിൻ്റെ മർദ്ദം കൂട്ടി അവൻ പറഞ്ഞു. തീർച്ചയായും തരും. അല്പനിമിഷം അവർ കണ്ണിൽ നോക്കിയിരുന്നു. എന്നിട്ട് പറ. ഞാൻ അതിലേ ഒന്ന് കറങ്ങി. ആരെയും കണ്ടില്ല വീട്ടിൽ. പപ്പയും മമ്മിയും ഒക്കെ കാണും ഉള്ളിൽ. ജോജായൻ കടയിലായിരിക്കും, ജെന്നിഫർ പറഞ്ഞു. ആൺമക്കളിൽ ഏറ്റവും ഇളയാളാ ജോജായൻ. ജോജായൻ്റെ താഴെ ഞാൻ, അവൾ വിശദീകരിച്ചു. അതിലേ ഇതിലേ നടക്കുമ്പോൾ തോടിനടുത്ത് ഒരു ആൽമരം കണ്ടു. അവൻ തുടർന്ന് പറഞ്ഞപ്പോൾ ജെന്നിഫറിൻ്റെ ശ്വാസവേഗം കൂടി. ആരുമില്ലായിരുന്നു അവിടെ. ബട്ട് ആരൊക്കെയോ ഉണ്ടായിരുന്ന പോലെ ഒരു ഫീൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. ജെന്നിഫറിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു. മാം. അവൻ അത്ഭുതപ്പെട്ടു. അവൾ മുഖം പൊത്തിക്കരഞ്ഞു. ശരത്ത് ചുറ്റും നോക്കി. എന്താ ഇത് മാം? എന്തു പറ്റി? അവൻ അവളുടെ തോളിൽ പിടിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്ന് മോൻ പറഞ്ഞില്ലേ? അത് റിയൽ അല്ല. അവിടെ എന്തു പറ്റി? ഞാൻ എന്തേലും അരുതാത്തത് പറഞ്ഞോ മാം? ഇല്ല. കവളിൽ നിന്ന് മിഴിനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം മോൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യേ. അവിടെ അങ്ങനെ നിന്നപ്പോൾ ഒരു സ്മെൽ. എന്തോ എനിക്കറിയില്ലാത്തൊരു തരം പൂവിൻ്റെ മണം. അതറിഞ്ഞ് കുറേ നിന്ന് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകും വഴി ജെന്നിഫർ മാം മഹാറാണിയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽക്കൂടെയാണ് പോയത്. വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഭിത്തിയിലേക്ക് നോക്കി. അപ്പം കാണുന്നു മഹാറാണിയുടെ ഫോട്ടോ. ശരിക്കും മഹാറാണിയുടെ പോലെ. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആൽമരത്തിനടുത്ത് നിന്നപ്പോൾ കിട്ടിയ അതേ സ്മെൽ, ആ പൂവിൻ്റെ സ്മെൽ. ജെന്നിഫർ അവൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. അവൻ്റെ കൈമുട്ട് നൽകുന്ന സുഖകരമായ സ്പർശം അവൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവിടുന്ന് പോയിക്കഴിഞ്ഞും ആ ഫോട്ടോയിലെ മഹാറാണിയും അറിയാത്ത പൂവിൻ്റെ മണവും എന്നെ ഹോണ്ട് ചെയ്തു. രാവിലെ മുതൽ കിടക്കണ വരെ അത് ഓർത്തിരിക്കലായി പണി. ഒരു ദിവസം മാല്യങ്കരയ്ക്ക് പോകുമ്പോൾ ബസ് പാണ്ടിക്കടവിലെത്തിയപ്പം അതാ നിൽക്കുന്നു ഒരു സ്റ്റോളിൽ എന്തോ സാധനം വാങ്ങിക്കൊണ്ട് മഹാറാണി. മേലൊക്കെ വല്ലാണ്ടങ്ങ് കുളിർന്നു കയറി. ശരിക്കും കറണ്ട് അടിച്ച പോലെ. മെൻ്റൽ പേഷ്യൻസിനെ കറണ്ട് അടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലല്ല, ഒരു സുഖമുള്ള തരിപ്പുള്ള ഷോക്ക്. പിന്നെ എന്നും പാണ്ടിക്കടവ് ബസ് ഇറങ്ങും, വീടിനടുത്ത് വരും, നോക്കും. എന്നും മിഴിഞ്ഞ കണ്ണുകളോടെ ജെന്നിഫർ ചോദിച്ചു.
അവൻ തലകുലുക്കി. പതിവ് പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയും മഹാറാണിയെ കാണാൻ പാണ്ടിക്കടവ് വന്നപ്പോൾ അതാ മഹാറാണിയെ മഹാരാജാവ് ബൈക്കിൽ കയറ്റി കൊണ്ടുവരുന്നു. ഗന്ധർവൻ എന്നൊരു ബസ് വരുന്നു. മഹാറാണി അതിൽ കയറുന്നു. കൂട്ടത്തിൽ ഞാനും കയറുന്നു. മഹാറാണിയുടെ തൊട്ടു പിമ്പിൽ നിൽക്കുന്നു. ആ പൂവിൻ്റെ മണം അങ്ങനെ അപ്പൂപ്പൻ താടി പോലെ എനിക്ക് ചുറ്റും പറക്കുന്നൊരു ഫീൽ ഉണ്ടാവുന്നു. അന്നുവരെ മുറുകെ പിടിച്ച സകല സദാചാരത്തോടും പോ പുല്ലേ എന്ന് പറഞ്ഞ് കൊതി അടക്കാതെ അവൻ പറഞ്ഞിട്ട് ജെന്നിഫറെ നോക്കി. ഇപ്പോഴും അവൻ്റെ കൈമുട്ട് അവളുടെ മേത്ത് തന്നെയാണ്. മുട്ടി ഒരുമിയുള്ള ആ ഇരുത്തത്തിൽ അവളുടെ കാതിനടുത്തേക്ക് ചുണ്ടുകൾ കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, കൈ മാറ്റണോ? അടികൊള്ളും. അവനിലേക്ക് അല്പം കൂടി അമർന്നിരുന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് അന്ന് ഞാൻ ബസ്സിൽ വെച്ച് തൊട്ടപ്പോൾ അവൻ തിരക്കി. ചുമ്മാ തോണ്ടി സുഖിക്കുന്നവന്മാരെ ആരും ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല മോനു, അവൾ പറഞ്ഞു. ഇഷ്ടം പ്രേമമൊക്കെ വേണം. അവൾക്ക് മറ്റൊരാൾക്ക് അവളെ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കാൻ. കൂടത്തായിലെ ജോളിയെയും കണ്ണൂരിലെ ശരണ്യയും പോലെയൊക്കെയാണോ എല്ലാ പെണ്ണുങ്ങളും? ഞാൻ ലൈഫിൽ ഒരാളെ കൊതിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ, കാമിക്കാൻ കൊതിച്ചിട്ടുള്ളൂ, ബെന്നിയെ. മോൻ ആരുടെയോ സാന്നിധ്യം മണത്തുവെന്ന് പറഞ്ഞില്ലേ ആലിൻ ചുവട്ടി നിൽക്കുമ്പോൾ? അത് ബെന്നിയുടെ മണമാണ്. അതോർത്താണ് ഞാൻ കരഞ്ഞത്. ജോസഫ് അച്ചായനെ പോലും ഞാൻ ബെന്നിയായാണ് കാണാറ്. ബെന്നിയുടെ മണമുള്ളത് കൊണ്ടാണ് നിന്നെയും. തുടർന്ന് ജെന്നിഫർ ബെന്നിയുടെ കഥ പറഞ്ഞു. ജെന്നിഫർ കരഞ്ഞാണ് അവൻ്റെ കഥ പറഞ്ഞത്. കഥ പറയുന്നതിനിടയിൽ ശരത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ട്രെയിൻ അപ്പോഴേക്കും തലശ്ശേരി എത്തി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ജെന്നിഫറിൻ്റെ കണ്ണുകൾ ശരത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് മാറിയില്ല. അവൻ്റെ നോട്ടത്തിൻ്റെ ചൂടിലേക്കും ചുണ്ടുകളുടെ വശ്യതയിലേക്കും ഷർട്ടിൻ്റെ തുറന്ന കോളറിനുള്ളിലൂടെ കാണാവുന്ന മാറിലെ രോമങ്ങളിലേക്കും പിന്നെ അവൻ്റെ ഉടൽ ഭംഗിയിലേക്കും അവളുടെ കണ്ണുകൾ താളത്തിലൊഴുകി. എന്താ എന്നർത്ഥത്തിൽ അവൻ അവളെ നോക്കി. അവളുടെ നോട്ടം തൻ്റെ മടിയിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ല എന്നർത്ഥത്തിൽ അവൾ തിരിച്ചു നോക്കി. പിന്നെ കുറേ സമയത്തേക്ക് അവർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. പാച്ചിലും കുസൃതികളും ഒക്കെ കഴിഞ്ഞ് കൂട്ടത്തിലുള്ളവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി വർത്തമാനവും തമാശകളും പറയാൻ തുടങ്ങി. ചിലർ ഉറങ്ങാൻ തുടങ്ങി. ജെന്നിഫർ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സംഘത്തിലുണ്ടായിരുന്ന അനിൽ സാർ ചോദിച്ചു. സ്പൈസസ് ബോർഡിലെ ഓഫീസറാണ്. എന്നിട്ടാണോ എന്നും ബസ്സിൽ വരുന്നത്? ഒരു കുട്ടി ചോദിച്ചു. മാഡം വളരെ സിമ്പിളാടാ, ഒരുത്തൻ ഉച്ചത്തിൽ പറഞ്ഞു. സിമ്പിളാണ്, പവർഫുള്ളാണ് മറ്റൊരാൾ. ഡ്രൈവിംഗ് അറിയില്ല, ബൈക്ക് ഓടിക്കാനും. ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതിനിടെ ഒരു കുന്നിൽ നിന്ന് താഴേക്ക് വീണു, ബോധം പോയി. അതിൽ പിന്നെ അത് ട്രൈ ചെയ്യാൻ പേടിയാണ്, അവൾ പറഞ്ഞു. അപ്പോൾ സിമ്പിളായല്ലേ പറ്റൂ. കലോത്സവ നഗരിയിൽ പന്നിയങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മോശമല്ലാത്ത പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല, ഉപകരണ സംഗീതത്തിൽ ഗിറ്റാറിൽ ശരത് ഒന്നാമതാവുകയും ഓട്ടംതുള്ളലിൽ സംഘം രണ്ടാമതെത്തുകയും ചെയ്തു. 2 നാളുകൾക്ക് ശേഷം തിരികെ എല്ലാവരും KSRTC ബസ്സിലാണ് പോകുന്നത്. സൈഡ് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. ജെന്നിഫർ ചുറ്റും നോക്കി. വാസ്തവത്തിൽ ശരത് ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്നാൽ മാം ഇങ്ങോട്ട് പോരെ, അവൻ പറഞ്ഞു. അവൾ അർത്ഥഗർഭമായ അവന് മാത്രം കാണാൻ പാകത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. അവൾക്ക് വഴി കൊടുത്ത് ശരത് ഒതുങ്ങിയിരുന്നു. അവൾ അവന് സമീപമിരുന്നു. ഗിറ്റാർ കോമ്പറ്റീഷനിൽ മോൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. തുടർന്ന് കേൾക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തെറ്റിപ്പോകുമോ എന്നോർത്ത് സ്ട്രിങ്ങിലേക്ക് ഒരു പ്രാവശ്യം പോലും നോക്കിയില്ലല്ലോ. അവൻ പുഞ്ചിരിച്ചു. അതിൻ്റെ മനോഹാരിതയിലേക്ക് അവൾ നോക്കി. മാം, അതിനേക്കാൾ മനോഹരമായ ഒരു സംഗീതമായി എൻ്റെ മുമ്പിൽ ഇരിക്കുവല്ലായിരുന്നോ? അപ്പോൾ എനിക്ക് തെറ്റില്ല. അവൻ അവളുടെ കരം കവർന്നു. അപ്പോൾ അവൾ ചുറ്റും നോക്കി. എല്ലാവരും അവരവരുടെ സീറ്റിൽ ചാഞ്ഞിരിക്കുകയാണ്. ചിലർ കണ്ണുകൾ അടച്ചിരുന്നു. അവരുടെ തൊട്ടു മുമ്പിലോ പിമ്പിലോ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല, അവളുടെ കയ്യിൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആരും നോക്കുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവരിരുവരും ഒരുമിച്ച് നിശ്വസിച്ചു.
കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എന്തൊരു നോട്ടായിരുന്നു മോനു. ആരേലും അത് ശ്രദ്ധിച്ചായിരുന്നേലോ. ഭാഗ്യത്തിന് നിൻ്റെ മ്യൂസിക് അത്രയും സൂപ്പറായതുകൊണ്ട് ആരും അത് കാര്യമാക്കിയില്ല. അല്ലായിരുന്നേൽ എല്ലാവരും കണ്ടേനെ നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നെന്ന്. അവളുടെ കൈയുടെ മേലുള്ള അവൻ്റെ പിടി മുറുകി. കൈയുടെ ചൂടും. എത്ര നോക്കിയാലും കൊതി തീരില്ല മാം. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശരത്ത് പറഞ്ഞു. അതുപോലെ ഈ രൂപം എൻ്റെ ചോരയിൽ പിടിച്ചു കഴിഞ്ഞു. അവനെ ഒന്ന് അമർത്തി ചുംബിക്കണമെന്ന് അവൾക്ക് തോന്നി. മോൻ്റെ നോട്ടം കണ്ട് കണ്ട് എനിക്കാണെങ്കിൽ നിൽക്കാനും മേല ഇരിക്കാനും മേലാത്തൊരവസ്ഥ വന്നു. ശരിക്കും കണ്ണുകൊണ്ട് കുത്തി കീറുന്ന പോലെ. അങ്ങനെയല്ലേ എന്നെ നോക്കിക്കൊണ്ടിരുന്നേ. ശരത്ത് അല്പം കൂടി അവളിലേക്ക് അമർന്നിരുന്നു. അവളുടെ ദേഹത്തിൻ്റെ മൃദുത്വവും ചൂടും അറിഞ്ഞു. എങ്ങനെ നോക്കാതിരിക്കും? മാമിൻ്റെ കണ്ണുകൾ എന്നെയും കുത്തി വലിക്കുമല്ലായിരുന്നോ? ജെനിഫറിൻ്റെ അധരം നനഞ്ഞു. അതിന് നീ എൻ്റെ മുഖത്തോ കണ്ണിലോ മാത്രമല്ലല്ലോ നോക്കിയേ. അവൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ച് പിടിച്ച് ജെനിഫർ പറഞ്ഞു. ശരത്തിൻ്റെ ശ്വാസം ഉന്മത്തമായി. ഞരമ്പുകൾ ഉഷ്ണതൃത്വത്തിൽ ഉണർന്നു. പിന്നെവിടെയാ? അവളുടെ കണ്ണുകളിൽ തീപ്പാമ്പിഴയുന്നത് അവൻ കണ്ടു. അവൾ ലജ്ജയോടെ പുഞ്ചിരിച്ചു. നോക്കിയത് നീയല്ലേ, നിനക്കറിയില്ലേ? അവൾ ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല, ഒന്ന് പറയാവോ മാം? അതിമനോഹരമായ ലജ്ജയുടെ ദീപനാളങ്ങൾ അവളുടെ മുഖത്ത് പ്രകാശം നിറച്ചു. അവൾ ഇടത് കൈകൊണ്ട് മുഖം പാതി മറച്ചു. പോടാ, അവൾ പറഞ്ഞു. അവൻ തോളിൽ കൈയെടുത്ത് വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പം മാമിനും വല്ലാതായി എന്നല്ലേ പറഞ്ഞേ? പിന്നില്ലേ, അവൾ പറഞ്ഞു. ആകെ കുളിര് കോരിപ്പോയി. ഇത്തവണയും അവൾ ലജ്ജയാൽ കൈത്തലം കൊണ്ട് മുഖം പാതി മറച്ചു. ഷോ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആയി പോകുമെന്ന്. ഹോ, അവിശ്വസനീയതയോടെ ശരത്ത് അവളെ നോക്കി. എന്താ നോക്കുന്നേ? ഞാൻ മാമിനെ പ്രഗ്നൻ്റ് ആക്കുന്നത് ഓർക്കുമായിരുന്നു. അവളും പുഞ്ചിരിച്ചു. എന്നെ പ്രഗ്നൻ്റ് ആക്കണോ? വേണം. എപ്പോ? നിനക്കിഷ്ടമുള്ളപ്പോൾ. ആരേലും അറിഞ്ഞാൽ? നെക്സ്റ്റ് വീക്ക് ഞാൻ തറവാട്ടിൽ പോകുന്നുണ്ട്, അവൾ പറഞ്ഞു. മോനും വാ, അങ്കിളിൻ്റെ വീട്ടിൽ. അവിടെ ആരും അറിയില്ല. അപ്പോൾ ജെനിഫറിൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ജോസഫാണ്, അവൾ പറഞ്ഞു. ശരത്ത് അവളിൽ നിന്ന് കൈ വലിക്കാൻ തുടങ്ങി. അവൾ പക്ഷേ കൈത്തലം അമർത്തി അവനെ വിലക്കി. കുഴപ്പമില്ല, അവിടെ വെച്ചോ എന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കി കണ്ണിറുക്കി. പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പം നമ്മുടെ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുണ്ട്. ബാക്കി നല്ല കിടിലൻ മൊമെൻറ്റ്സൊക്കെ ഉണ്ട്. പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.